രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ 6 CPIM നേതാക്കൾ ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 10 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്യുമ്പോൾ ഈ വിധി പ്രസ്താവത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഞാനിപ്പോ കല്യോട്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ കോടതിയുടെ വിധി ഞാൻ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് പരിപൂർണരായി സംതൃപ്തരല്ല. കാരണം 24 പ്രതികളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. 24 പ്രതികളെയും ശിക്ഷിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 14 പേര് മാത്രമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 10 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പൊ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം കൂടുതൽ ഗൗരവമായിട്ട് ആലോചിച്ച് ഇതിന് ഞങ്ങൾ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കും. ഇതിനകത്ത് ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം ഈ കൊലപാതകത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ കൊലപാതകം ആസൂത്രിതമാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പക്ഷെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും രംഗത്ത് കൊണ്ടുവരാൻ ഈ വിധിയിലൂടെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, തെളിവ് നശിപ്പിക്കാൻ വളരെ ഗൂഢമായ നീക്കം നടക്കുകയും ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ ബലാത്കാരമായി ഇറക്കിക്കൊണ്ടുപോവുകയും തെളിവുകൾ പലതും നശിപ്പിക്കുകയും ചെയ്യപ്പെട്ടു. ലോക്കൽ പോലീസ് ചാർജ് ചെയ്ത് കൊടുത്ത ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഈ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ഈ കേസ് CBIക്ക് വിടണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ കോടതി പറഞ്ഞ എന്താണ്? പ്രതികളുടെ മൊഴികൾ വേദവാക്യമായി സ്വീകരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ രക്ഷപ്പെടും. അതുകൊണ്ട് കുറ്റപത്രം തള്ളുന്നു, കേസ് CBIക്ക് വിടുന്നു.